ഗായ്സ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ശോചനീയാവസ്ഥയുള്ള ഒരു സീസണിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കന്തീരവ സ്റ്റേഡിയത്തിൽ പോയിട്ട് ബംഗളൂരു FCയെ തോപ്പിച്ചിരിക്കുന്നു. അൺസർട്ടൻ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അൺസർട്ടൻ സീസൺ. ഈ ഒരു റിസൾട്ട് ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ആ കളി കാണാൻ പോയ കുറച്ച് ഫാൻസ് ഉണ്ടല്ലോ, യൂഷ്വലി കന്തീരവയിലെ കളിക്ക് നമുക്കറിയാം അവരുടെ ഫാൻസിനേക്കാളും കൂടുതൽ നമ്മുടെ ആൾക്കാരാണ്. പക്ഷേ ഈ സീസണിന്റെ ഒരു യുണീക്ക് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അത്രയും ടേൺ ഔട്ട് ഇല്ലാത്തതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്തായാലും കളി കാണാൻ പോയ ആൾക്കാർക്ക് അതൊരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കന്തീരവയിൽ കളി കാണാൻ പോയി ആ മത്സരം ദയനീയമായിട്ട് തോറ്റ് തിരിച്ചവിടെ നിന്ന് ആട്ടും തുപ്പും കേട്ട് നടന്നു വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെങ്കിലും ഈ സ്റ്റേഡിയത്തിൽ ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ ആ മാച്ചിന് ഞാൻ അവിടെ ഉണ്ടാവണേ എന്നുള്ളത്. എന്തായാലും താങ്ക് യു മാനേജ്മെന്റ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ തന്നതുകൊണ്ട് തന്നെ ഈ സീസൺ അങ്ങോട്ടൊന്നും യാത്ര ചെയ്യേണ്ട വന്നില്ല. എന്തായാലും അവിടെ പോയവർക്ക് എല്ലാവർക്കും ഒരു മികച്ച എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നിരിക്കും. മരുഭൂമിയിൽ പെയ്ത മഴ പോലെ വന്ന ഈ റിസൾട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ റെസ്പോൺസിബിളി മാത്രം സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ മാനേജ്മെന്റ് ഇതുവരെ ചെയ്ത കൊള്ളരുതായ്മയൊന്നും നിങ്ങൾ ആരും ദൈവത്തെ ഓർത്ത് ഈ റിസൾട്ടിന്റെ പുറത്ത് മറന്നു പോകരുത്. നമ്മളെല്ലാവരും ഈ റിസൾട്ടിന് ശേഷം വളരെ ഇമോഷണലി ഡ്രിവൺ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഞാനും ആ സ്റ്റേഡിയത്തിൽ ഒരുപാട് തവണ പോയി അവിടുത്തെ സ്ക്രൂട്ടിനി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് പേഴ്സണലി ഒരു ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ ഒരിക്കലും മതിമറന്ന് ആഘോഷിക്കാനൊന്നും പോകുന്നില്ല. ബിക്കോസ് എനിക്കറിയാം ഇങ്ങനെ ഒന്ന് രണ്ട് റിസൾട്ടുകൾ അവിടെ ഇവിടെയും കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ വാല്യൂസ് മറന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാനേജ്മെന്റ് ഇത്രയും നാള് നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇന്നത്തെ രാത്രി അവസാനിക്കുമ്പോൾ ഈ ഒരു റിസൾട്ടിന്റെ ആഘോഷവും അവസാനിക്കണം. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾക്ക് ഈ മാനേജ്മെന്റിനെ അക്കൗണ്ടബിൾ ആക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ ജയത്തിന്റെ പിന്നിൽ ബിഗർ പിക്ചർ എന്താണെന്ന് നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ പിന്നെ ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച് സംസാരിക്കാമല്ലോ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൺഫേം ആയപ്പോഴത്തേക്കും ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. BFC എവേ മാച്ച് എന്തായാലും നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും. കാരണം പുള്ളിക്ക് അറിയാവുന്നൊരു ക്ലബ്ബ്, പുള്ളിക്ക് ഒരുപാട് ചരിത്രമുള്ള ഒരു ക്ലബ്ബ് നമ്മളെ മാനേജ് ചെയ്യാൻ വരുന്നു. ഇങ്ങനെ ഒരു സീസണിൽ നമ്മളവിടെ ഒരിക്കലും ജയിച്ചിട്ടുമില്ല. ഒരു ന്യൂ മാനേജർ ബൗൺസ് എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് നമ്മളെല്ലാവരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഞാനത് ആരുടെടുത്തും പുറത്തു പറഞ്ഞില്ല. എന്തായാലും ആ ഒരു ചെറിയ പ്രതീക്ഷ ഈ കളിയിലും ഉണ്ടായിരുന്നു. കളി തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഓപ്പണിംഗ് ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ക്രെഡിറ്റ് ടു ആഷ്ലി, ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ സെക്കൻഡ് ഹാഫിൽ ഈ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. BFCക്ക് ഓബ്വിയസ്ലി ആ ഒരു ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ആൻഡ് അത് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്പ്ലോയിറ്റും ചെയ്തു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ നമ്മൾ കളി തുടങ്ങിയതായിക്കോട്ടെ, പിന്നെ എബിൻ കൊണ്ടുവന്ന ആ ഒരു എനർജി, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ ഈക്വലൈസർ കണ്ടെത്തി. അതിനുശേഷം ആ വിന്നിംഗ് ഗോളും വന്നു. എന്തായാലും ഈ മത്സരത്തിന് നമ്മുടെ യൂഷ്വൽ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും BFC ഫാൻസ് അവരുടെ ടിഫോയൊക്കെ ഉപയോഗിച്ച് നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്തിരുന്നു. ആൻഡ് അവർക്കത് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അവർ ചെയ്ത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ രണ്ടാമത്തെ ഗോള് ആ സ്റ്റേഡിയത്തിൽ വീണപ്പോൾ അവരെല്ലാവരും സൈലന്റ് ആയി എന്നുള്ളതാണ്. ആ ഒരു ഫീലിംഗ് ഈവൻ TV കൂടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. ഓബ്വിയസ്ലി അവിടെ ഞാൻ പേഴ്സണലി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മൊമെന്റ് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരുന്നേനെ. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് തവണ കന്തീരവയിൽ കളി കാണാൻ പോയിട്ടുള്ള ഒരാളാണ്. ആൻഡ് എപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് എന്നെങ്കിലും ഇങ്ങനൊരു മൊമെന്റ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണേ. കാരണം അത് ശരിക്കും ഒരു മെമ്മറബിൾ മൊമെന്റ് തന്നെയായിരുന്നു. കന്തീരവയിലെ നമ്മുടെ ആദ്യത്തെ ജയം, അത് ഇങ്ങനൊരു സീസണിൽ അവരുടെ ക്ലബിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു മാനേജർമാരിൽ ഒരാൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ അതിന്റെ മധുരം കുറച്ചൊന്ന് കൂടുതൽ തന്നെയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ഹൈപ്പ് ഒന്നും കേറ്റുന്നില്ല. ആഷ്ലി വെസ്റ്റ്വുഡ് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജറാണ്. ഈ ഒരു റിസൾട്ടോട് കൂടി തന്നെ നമുക്ക് റെലഗേഷൻ ബാറ്റിൽ കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവും നമ്മുടെ ജോലി ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട്. ഈ ഒരു ജയം കൊണ്ട് മാത്രം നമ്മൾ ഈ പ്രതിസന്ധി തരണം ചെയ്തെന്ന് ഒരിക്കലും പറയാനാവില്ല. അതൊരു കോൺഫിഡൻസ് എന്തായാലും കളിക്കാർക്ക് നൽകും. ആൻഡ് ആ ഒരു കോൺഫിഡൻസ് ശരിക്കും ഈ ക്ലബിലേക്ക് ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ആഷ്ലി വെസ്റ്റ്വുഡ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല.
ഇപ്പൊ തന്നെ പുള്ളിക്ക് എല്ലാം എഴുതി കൊടുത്ത് അടുത്തൊരു സീസൺ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ പെർമനന്റ് മാനേജർ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഇനിയും റിസൾട്ടുകളുടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ റിസൾട്ടിൽ ഒരു കാവ്യനീതി ഉണ്ട്. എൻ്റെ ഉള്ളിലെ ആരാധകന് അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ആവുകയുമില്ല. ബംഗളൂരു എഫ് സിയുടെ കന്തീരവ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ആദ്യ വിജയം അവരുടെ ഗോഡ് ഫാദറായ ആഷ്ലി വെസ്റ്റ്വുഡ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു. ISL ഇപ്പോൾ ഉള്ള ഒരു റഫറി വെസ്റ്റ് ബംഗാളിലെ അസംബ്ലി ഇലക്ഷനിൽ MLA ആവാൻ മത്സരിക്കുന്നെന്ന്. ആ റഫറിയായ പ്രതീക് മണ്ഡലാണ് ഈ ഒരു മത്സരത്തിലെ മാച്ച് ഒഫീഷ്യല്. ആൻഡ് പുള്ളി ഈ ഒരു മത്സരത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. ആ റീല് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രതീക് മണ്ഡല് വെസ്റ്റ് ബംഗാളിലെ മിനാഖനിൽ മത്സരിക്കുന്നത് ഇടതു മുന്നണിയായിട്ട് ഒരു അലയൻസ് രൂപീകരിച്ചുകൊണ്ടാണെന്ന്. അപ്പൊ പിന്നെ ആ കാർഡിന്റെ നിറം ചുവപ്പ് തന്നെ ആയിരിക്കണ്ടേ? ഈ ഒരു മത്സരത്തിൽ ആ ഒരു റെഡ് കാർഡ് ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ബ്രയൻ സാഞ്ചസ് ഒരിക്കലും അങ്ങനെ ഒരു പഞ്ച് അറ്റംപ്റ്റ് ചെയ്യരുതായിരുന്നു. അത് ഓബ്വിയസ്ലി കണക്ട് ചെയ്തില്ല. പക്ഷെ അത് ഡേഞ്ചറസ് പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റഫറിക്ക് അവിടെ ഒരു റെഡ് കാർഡ് കൊടുക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ശരിക്കും BFC ലീഡ് ചെയ്ത് നിൽക്കുന്ന മത്സരത്തിൽ സാഞ്ചേസിന്റെ അങ്ങനത്തെ ഒരു റിയാക്ഷന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു റെഡ് കാർഡ് അവരെ ശരിക്കും ബാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇവൻച്വലി ആ ഒരു ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് അവരെ ഹെർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ആ റിസൾട്ട് നേടിയെടുക്കാനായി. വെസ്റ്റ് ബംഗാളിലെ ജനങ്ങളോട് എനിക്ക് എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ. ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മുടെ പ്രതീക് ഭായ്ക്ക് 1-2 വോട്ട് കൊടുത്ത് പുള്ളി ഒന്ന് സഹായിക്കണം. ഈ മത്സരത്തിൽ BFCയുടെ ടിഫോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഓൾ ദാറ്റ് യെല്ലോ നോട്ട് എ ബിറ്റ് ഓഫ് ഗോൾഡ്, അങ്ങനെ എന്തോ ആണ് വെസ്റ്റ് ബ്ലോക്ക് അൺവീൽ ചെയ്ത്. അതുപോലെ തന്നെ അവരുടെ വേറെ ഏതോ ഒരു ഫാൻ ഗ്രൂപ്പ് ലോയൽറ്റി ഇസ് ഇൻ സീസണൽ, ഇറ്റ്സ് ഇൻ ആർ DNA എന്ന് പറഞ്ഞൊരു പോസ്റ്ററും കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവരിത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് തന്നെയാണ് നമ്മുടെ ലോയൽറ്റിയുടെ ഏറ്റവും വലിയ ചിഹ്നം. ഇത്രയും നാൾ ട്രോഫി ഇല്ലാഞ്ഞിട്ടും നമ്മൾ ഈ ക്ലബിന്റെ കൂടെ ഉണ്ട്. ഈ ഒരു സീസണിന്റെ സാഹചര്യത്തിലല്ലേ ഇവരിതൊക്കെ പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ മാനേജ്മെന്റും ഓണേഴ്സും കാരണം മാത്രമാണ് നമ്മൾ ഈ ബോയ്ക്കോട്ട് വിളിച്ചിട്ടുള്ളത്. ആൻഡ് അതിങ്ങനെ എന്ത് പ്രൊവോക്കേഷൻ വന്നാലും നമ്മൾ മാറ്റാനൊന്നും പോവില്ല. നമ്മുടെ ക്ലബിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അവർക്കൊരു നല്ല ഓണേഴ്സ് ഉണ്ട്, നല്ലൊരു സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഉണ്ട്. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. നമുക്ക് പക്ഷെ അതൊന്നും ഇല്ലാഞ്ഞിട്ടും ഇത്രയും നാള് നമ്മൾ മുട്ടി നിന്നിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് ഫാൻ പവറിലെങ്കിലും നമ്മൾ മുട്ടി നിന്നിട്ടില്ലേ? ഇവരൊക്കെ അൺവീൽ ചെയ്തിരിക്കുന്ന ഏത് ടിഫോയാണ് നമ്മൾ അൺവീൽ ചെയ്തിരിക്കുന്ന ആ ടിഫോയിന്റെ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളത്. ഓബ്വിയസ്ലി റിസൾട്ടുകളെല്ലാം അവരുടെ ഫേവറിൽ തന്നെയാണ്. ആൻഡ് അവരാണ് സക്സസ്ഫുൾ ക്ലബ്ബ്, ബെറ്റർ റൺ ക്ലബ്ബ്, അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഫാൻസിന്റെ കാര്യത്തിലും മാച്ച് ഡേ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത് എന്തായാലും എത്തില്ലെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം ഇവാന്റെ സീസണിലൊക്കെ നമ്മുടെ സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ എന്തായിരുന്നെന്ന് അറിയാം. അത് ഒരുപാട് കാലം മുമ്പൊന്നും അല്ല. ഈവൻ സ്റ്റാറയുടെ സീസണിൽ പോലും നമ്മൾ നല്ലോണം ടേണപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ മാത്രമാണ് അത് ഇല്ലാണ്ടിരുന്നത്. ആൻഡ് അത് എന്തുകൊണ്ടാണെന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഫൈറ്റ് നിങ്ങളോടൊന്നും അല്ല. ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റത്തിനെ തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ മാനേജ്മെന്റ് ബെറ്റർ ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ഈ നിലത്ത് കിടക്കുന്നവനെ ചവിട്ടുന്ന പരിപാടി ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. അതിൽ വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ അവൻ എണീറ്റ് പ്രതികരിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിനായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു മോമെന്റ് സമ്മാനിച്ച ആ ഒരു കളിക്കാരനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഫ്രാൻസിസ്കോ ഫുലസിയർ, കന്തീരവയെ നിശബ്ദനാക്കിയ റോക്കി ബായ്. ക്ലബിൽ വന്നിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഇങ്ങനൊരു ഹെഡ്ലൈൻ ന്യൂസ് ശരിക്കും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനൊരു ഫിക്ചറിൽ സബ്ബായിട്ട് ഇറങ്ങുക, വിന്നിംഗ് ഗോൾ അടിക്കുക, ഇതിലും ബെസ്റ്റ് സ്റ്റാർട്ട് ഇനി കിട്ടാനില്ല. പക്ഷേ ഈ ക്ലബിലേക്ക് ഫോറിൻ താരങ്ങൾ ഈ സീസൺ എങ്ങനെയാണ് വന്നതെന്നുള്ളതിന്റെ ക്ലിയർ പിക്ചർ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓവറായിട്ട് ഹൈപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷേ ഈ രാത്രി കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മറന്നിരിക്കണം. ഈ പ്ലെയർ ഇതുപോലെ തന്നെ ക്രൂഷ്യൽ ഗോളുകൾ ഇനിയുള്ള മത്സരങ്ങളിൽ അടിക്കുകയാണെങ്കിൽ മാനേജ്മെന്റിനും കൊള്ളാം, ക്ലബിനും കൊള്ളാം, അങ്ങേർക്കും കൊള്ളാം, ഫാൻസിനും കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ പേടിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ എന്തായാലും ഒരു ആരാധകൻ ഉണ്ടല്ലോ. ആ ആരാധകൻ ഇങ്ങനെ പുറത്തു വരാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, ഒന്ന് സന്തോഷിക്കാനൊക്കെ. ഇത്രയും നാൾ നമ്മൾ ഇതെല്ലാം അടിച്ചമർത്തപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴും ശരിക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ സൈലന്റ് ആക്കി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ഉള്ളിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇതുവരെ അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കൈകൂപ്പി പറയുന്നു, സത്യമായിട്ടും ഇത് ഹൈപ്പ് ചെയ്യുന്നതല്ല.
എൻ്റെ ഉള്ളിലുള്ള ആരാധകൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ആരാധകനെ നമ്മളെല്ലാവരും ശാന്തനാക്കി ഇരുത്തുക. ബിക്കോസ് ഈ ഒരു ഫൈറ്റ് ഇത് എവിടെയും അവസാനിച്ചിട്ടില്ല. ഇത് ഓബ്വിയസ്ലി ഒരു നല്ല റിസൾട്ടാണ്, നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇനി വരാനുള്ള മത്സരങ്ങൾക്കുള്ള. പക്ഷേ ഈ ക്ലബ്ബിൽ നമുക്കറിയാം ഒരു സിസ്റ്റമിക് ഫെയിലിയർ ഈ ക്ലബ്ബിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ മുകളിൽ, ഒരു റിസൾട്ടിൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും ഹൈപ്പ് കയറ്റരുത്. നമ്മൾ ഒരിക്കലും ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും മറക്കരുത്. ഇനി നമുക്ക് നമ്പർ 1 പോയിന്റിലേക്ക് വരാം. ഈ ഒരു റിസൾട്ടിന് ശേഷം നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ സോഷ്യൽ മീഡിയ ടീം ആക്റ്റീവ് ആവും. ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ നടന്നപ്പോൾ ഇവിടെ ഒന്നും മിണ്ടാണ്ടിരുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇനി തലമുക്കി അഡ്മിൻ ഓവർ ടൈം വർക്ക് ചെയ്ത് ഈ ഒരു റിസൾട്ടിനെ മാക്സിമം ക്യാഷ് ഇൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അതിലൊന്നും വീഴാണ്ടിരിക്കുക. കാരണം ഇവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും മറക്കാതിരിക്കുക. ഇവരിടുന്ന ബെയ്റ്റിനൊന്നും നമ്മൾ പോയി ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ ഈ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ എന്നോട് ചോദിച്ചാലും ഞാൻ പറയാൻ പോകുന്നത്, ഫസ്റ്റ് കാര്യം മാഗ്നം ഔട്ട്, സെക്കൻഡ് കാര്യം അബിക് ഔട്ട്, തേർഡ് കാര്യം സ്പോർട്ടിംഗ് ഡയറക്ടർ ഔട്ട്, ഫോർത്ത് കാര്യം അബിക്കിന്റെ അനിയൻ ഔട്ട്, ഫിഫ്ത്ത് കാര്യം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഔട്ട്. ബിക്കോസ് നമ്മൾ നമ്മുടെ ക്ലബ്ബിൽ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. 1-2 റിസൾട്ടുകൾ ലഭിക്കുമ്പോൾ ഒരു വിഭാഗം ഫാൻസ് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ മറക്കും. ആൻഡ് ആ ഒരു വിഭാഗത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും ഓരോരോ തട്ടിപ്പുകളുമായിട്ട് വരും. ഈ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം എംപവേർഡ് ആയിട്ട് ആക്ട് ചെയ്യണം. അതിനുള്ള പ്രൂഫുകളെല്ലാം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഈ ഒരു റിസൾട്ടിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യാണ്ടിരിക്കുക. സന്തോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആരാധകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോയി ഒരുപാട് ഒച്ച ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവരെന്തായാലും നമ്മളെ സൈലൻസ് ചെയ്യാനാണല്ലോ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ജയത്തിന് ശേഷം നമ്മുടെ സൈലൻസും അവർ ഫീൽ ചെയ്യട്ടെ. ശരിക്കും ഈ മാനേജ്മെന്റ് ആണ് ഇവിടെ ഉള്ള എല്ലാവരെയും പ്രശ്നത്തിലാക്കുന്നത്. ഇവിടെ ഉള്ള കോച്ചുമാർ, പ്ലെയേഴ്സ്, ഫാൻസ്, ഈ മാനേജ്മെന്റിന്റെ മിസ്മാനേജ്മെന്റ് കാരണം നമ്മളെല്ലാവരും സീസണിന്റെ പല പല ഫേസുകളിലായിട്ട് ഇരകളായിട്ടുണ്ട്. നമ്മൾ ഫാൻസ് ചിലപ്പോൾ കോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യും, ചിലപ്പോൾ ചില പ്ലെയേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യും. ശരിക്കും ഇനി ആ പരിപാടികളൊക്കെ നമുക്ക് നൈസായിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടയും കോൾ ഔട്ട് ചെയ്യേണ്ടയും ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ഇനി നമ്മൾ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം ബിക്കോസ് ജയമോ തോൽവിയോ എന്തോ ആയിക്കോട്ടെ, അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. അവർ ഇത്രയും നാൾ ചെയ്തെന്നൊന്നും നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ലെന്ന്. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് കേൾക്കാനും കൺസിഡർ ചെയ്യാനും നടപ്പിലാക്കാനുമാണ് ഓരോ ക്ലബിന്റെ മാനേജ്മെന്റും ഇരിക്കുന്നത്. അത് അവരെ കൊണ്ട് ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഈ ക്ലബിനെ ലീഡ് ചെയ്യാൻ ഫിറ്റ് അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ വീണ്ടും 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 എടുത്തു പറയുന്നു, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തിടത്തോളം കാലം മാഗ്നം ഔട്ട്. അതിപ്പോ നമ്മൾ BFCനെ കൺതീരവേ തോപ്പിച്ചാലും മോഹൻ ബഗാനെ സോൾട്ട് ലേക്കിൽ തോപ്പിച്ചാലും നമ്മുടെ നിലപാട് മാറരുത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഈ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങൾ. എന്തായാലും പറഞ്ഞത് എല്ലാവരും ഓർക്കുക, എൻജോയ് റെസ്പോൺസിബിളി. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മരുഭൂമിയിൽ പെയ്ത മഴ പോലെയാണ് ഈ റിസൾട്ട്. ഇത്രയും നാളൊരു ജയത്തിന് വേണ്ടി കാത്തിരുന്നു. അത് നമ്മുടെ ബിഗ്ഗസ്റ്റ് റൈവൽസിനെതിരെ വന്നു. ഇതിലും വലിയൊരു റിസൾട്ട് ഈ സീസണിൽ നമുക്ക് ലഭിക്കാനുമില്ല. ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒരിക്കലും റിയാലിറ്റിന്ന് തെന്നി മാറാതിരിക്കുക. റിയാലിറ്റി എന്താണെന്ന് ഇപ്പോഴും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ആ ഒരു ബോധ്യമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, you enjoy the night. Take care, my friend. Bye for now.